അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ കോറിലേഷൻ അനാലിസിസ് എന്താണ്, ടൈപ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ പഠിച്ചു. പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ കോറിലേഷൻ പഠിച്ചു. ഈ കോറിലേഷനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ, എന്ത് റിലേഷനാണ് വേരിയബിൾ തമ്മിലുള്ളതെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഒരു റഫ് ഐഡിയ മാത്രമേ നമുക്ക് കോറിലേഷനെ കുറിച്ച് അതിലൂടെ ജനറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുള്ളൂ, സാധിക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് റഫ് ഐഡിയ മാത്രം പോരാ, ചില സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് കോറിലേഷൻ എത്രയെന്ന് ചോദിച്ചാൽ ഒരു ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ന് പറയുന്നതിന് പകരം കോറിലേഷൻ്റെ വാല്യൂ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പറയാൻ പറ്റണം. ഒരു എക്സാക്റ്റ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യും, വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കുക. കോറിലേഷൻ കോയിഫിഷ്യൻ്റ് നമ്മൾ R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ്റെ സ്ട്രെങ്ത്തും ഡിറക്ഷനും നമുക്ക് എന്ത് ചെയ്യുന്നു, കാണിച്ചു തരുന്ന ഒരു കോയിഫിഷ്യൻ്റിനെയാണ് നമ്മൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കുക. ഈ കോറിലേഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ എല്ലാ സമയത്തും -1ൻ്റെയും +1ൻ്റെയും ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും ഈ കോറിലേഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ -1ൻ്റെ താഴോട്ടോ +1ൻ്റെ മുകളിലോ ഉള്ളൊരു നമ്പർ നമുക്ക് കിട്ടൂല. ഇതിൻ്റെ വാല്യൂ എപ്പോഴും -1ൻ്റെയും +1ൻ്റെയും ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇനി ഈ സൈൻ, ഈ സിമ്പിൾ ഉണ്ടല്ലോ, ഈ സിമ്പിൾ അതിൻ്റെ എന്ത് തരം കോറിലേഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും. അതായത് ഡിറക്ഷൻ നമുക്ക് കാണിച്ചു തരുന്നത് ഈ സിമ്പിളാണ്. പ്ലസ് ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്, മൈനസ് ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്, ഇനി സീറോ ആണെങ്കിൽ സീറോ കോറിലേഷൻ ആണ്. ഇനിയോ അതിൻ്റെ വാല്യൂസ് എങ്ങനെയൊക്കെ വരാം, +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും, -1 ആണെങ്കിൽ എന്തായിരിക്കും, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും, സീറോ ആണെങ്കിൽ നോ കോറിലേഷൻ ആയിരിക്കും. ഇതിൽ വേറെയും വാല്യൂസ് വരാം അല്ലേ. അപ്പോൾ നമുക്ക് വാല്യൂസ് ഇങ്ങനെ -0.75 ആണെങ്കിൽ അതിനെ നമുക്ക് ഹൈ നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാം. ഇനിയോ +0.25 ആണെങ്കിൽ അതിനെ നമുക്ക് ലോ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാം. അതായത് സൈൻ നോക്കുക, സൈന് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്, സൈൻ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്, 1 ആണെങ്കിലും -1 ആണെങ്കിലും പെർഫെക്റ്റ് ആണ്. പിന്നെയോ 1ൻ്റെ അടുത്തേക്ക് പോകും തോറും ഹൈ ആയിരിക്കും, കോറിലേഷൻ കൂടി കൂടി വരും, ഹൈ എന്നാണ് വരിക. ഇനിയോ 0ൻ്റെ അടുത്തേക്ക് വരും തോറും കോറിലേഷൻ ലോ ആവും, അതിന് നമ്മൾ ലോ കോറിലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ -1 ഏറ്റവും ഹൈ ആയിട്ടുള്ള നെഗറ്റീവ് കോറിലേഷൻ ആണ്, +1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, അപ്പം എപ്പോഴും ഇതിൻ്റെ വാല്യൂ -1ൻ്റെയും +1ൻ്റെയും ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും -1ൻ്റെ താഴോട്ടോ +1ൻ്റെ മുകളിലോട്ടോ ഒരു വാല്യൂ കിട്ടൂല. അങ്ങനെ കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ സിമ്പിളാണ്. പ്ലസ് ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, മൈനസ് ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. 1ൻ്റെ അടുത്തേക്ക് പോകുന്തോറും കോറിലേഷൻ കൂടി കൂടി വരും, 0ൻ്റെ അടുത്തേക്ക് പോകുന്തോറും കോറിലേഷൻ എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. ഈ കാര്യം ഓർക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാൾ പിയേഴ്സൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്നാണ് വിളിക്കുക. കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ, ഇതിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും ഇതിൽ ആക്ച്വലി നിങ്ങൾ ഈ ഒരൊറ്റ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ഇതിലുള്ള ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അതായത് ഈ മുകളിലുള്ള ഇക്വേഷന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് താഴെയുള്ളത്. നമുക്ക് ഈ താഴെയുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഏത് പ്രോബ്ലം വേണമെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ്, വൈ എന്ന് പറഞ്ഞാൽ അത് അതർ വേരിയബിൾ ആണ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് എന്നുള്ള കാര്യം മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഇനി ഇത് 2 സിറ്റുവേഷൻസ് വരുമ്പം നമുക്ക് ഇതേ ഫോർമുല തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. 2 ഇക്വേഷൻ സെയിം ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. ഒരു കേസിൽ ഇത് ഈ പറഞ്ഞ വാരിയബിൾസ് ഒക്കെ നമുക്ക് എന്താക്കിയെടുക്കാം, ഇത് സ്മോൾ ലെറ്റർ ആയിട്ട് സ്മോൾ എക്സ് സ്മോൾ വൈ
എല്ലാം സ്മോൾ ലെറ്റർ ആയിട്ട് എടുക്കുന്നു. നമുക്ക് വാല്യൂസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു കേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വാല്യൂസ് ചെറിയ വാല്യൂസ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരൊക്കെ വേണം? എക്സിൻ്റെ സമ്മേഷൻ വേണം, അതുപോലെ വൈൻ്റെ സമ്മേഷൻ വേണം, എക്സ് വൈൻ്റെ സമ്മേഷൻ വേണം, പിന്നെ എക്സ് സ്ക്വയറിൻ്റെ സമ്മേഷൻ വേണം, വൈ സ്ക്വയറിൻ്റെ സമ്മേഷൻ വേണം. ഇതിൻ്റെയൊക്കെ സമ്മേഷൻ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സും വൈയും എടുത്തിട്ട് എക്സ് കാണാം, വൈൻ്റെ സമ്മേഷൻ കാണാം, എക്സ് വൈ കാണാനും എക്സ് സ്ക്വയർ കാണാനും വൈ സ്ക്വയർ കാണാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതേ കാര്യം തന്നെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതേ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് വലിയ വലിയ വാല്യൂസ് ആണ്. ഇപ്പോൾ എക്സിന് പകരം എക്സിൻ്റെ വാല്യൂസ് ഒരു 50, 75, 100, 125, 1000 എന്നൊക്കെ വരികയാണെങ്കിൽ വലിയ വലിയ വാല്യൂസ് ആകുമ്പം നമുക്ക് ഡയറക്റ്റ്ലി ആ വാല്യൂസിന് എക്സ് ആയിട്ടും വൈ ആയിട്ടും സോൾവ് ചെയ്യാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ കാണുന്ന സ്മോൾ ലെറ്റേഴ്സിന് പകരം എന്ത് യൂസ് ചെയ്താൽ മതി? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പം അവിടെ ഒരു ചെറിയൊരു ഡീവിയേഷൻ കൊടുക്കും. ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സ്മോൾ ലെറ്റർ എക്സ് എന്ന് ഒരു അസ്യൂംഡ് മീൻ എന്ത് ചെയ്യും? നമ്മൾ മൈനസ് ചെയ്തിട്ട് ഒരു ഡീവിയേഷൻ ഉണ്ടാക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്ത് ചെയ്യാം? അതൊന്ന് മൈനസ് ചെയ്തിട്ട് ഒരു ഡീവിയേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഐഡിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ തന്നെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ ഇക്വേഷൻ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു n summation xy minus summation x into summation y divided by root of രണ്ട് റൂട്ടായിട്ട് ഇടാം, അല്ല ഒരൊറ്റ റൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, രണ്ട് റൂട്ടായിട്ട് ഇട്ടാം, ഒറ്റ റൂട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. n summation x square മൈനസ് ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ അതേപോലെ തന്നെ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. n സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ഹോൾ സ്ക്വയർ. സെയിം ഇക്വേഷൻ തന്നെ സ്മോൾ ലെറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. വാല്യൂസ് ചെറുതാകുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, വാല്യൂസ് വലുതാകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞു. നമുക്ക് ഇങ്ങനെ വാല്യൂസ് ഒരു സിമ്പിൾ ന്യൂമറിക്കൽ എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് ഒരു സിമ്പിൾ ന്യൂമറിക്കൽ എക്സാമ്പിൾ ആദ്യം ഈ പ്രോബ്ലം വെച്ചിട്ട് ചെയ്തു നോക്കാം. എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം എന്ന് വിചാരിക്കുക. കോറിലേഷൻ കോയിഫിഷ്യൻ്റ് കാണാനാണ്, ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് കാണണം. ഈ എക്സ് എന്ന് പറയുന്നത് ഇതാ കുറേ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, 2, 4, 6, 8, 10 ആണ്. വൈൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് 5, 7, 9, 8, 11 ആണ്. അപ്പോൾ നമുക്ക് ഇത് ചെറിയ ചെറിയ വാല്യൂസ് ആണ്. നമുക്ക് ഡയറക്റ്റ് ഈ വാല്യൂസ് തന്നെ എക്സും വൈ ആയിട്ട് എടുത്തിട്ട് സോൾവ് ചെയ്യാം, സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈ ആയിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് എക്സ് വേണം, വൈ വേണം, അതുപോലെ എക്സ് വൈ വേണം, എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം. ഇത് ഈ വാല്യൂസിൻ്റെ ഒക്കെ ഈ പറഞ്ഞ വാല്യൂസൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 2, വൈൻ്റെ വാല്യൂ 5, എക്സ് വൈൻ്റെ 10, 5 into 2 10, എക്സ് സ്ക്വയർ 4, വൈ സ്ക്വയർ 25. ഓക്കെ, അടുത്തത് 4, 7. ഓക്കെ, ഞാൻ എല്ലാ വാല്യൂസ് എഴുതിയിട്ട് ചെയ്യാം. 6, 9, 8, 8, 10, 11. ഇതിൻ്റെ സമ്മേഷൻ വേണം, ഇതിൻ്റെ സമ്മേഷൻ വേണം, ഇതിൻ്റെ ഒക്കെ സമ്മേഷൻ വേണം അല്ലേ. 4 into 7 28, 6 into 9 50, 8 into 8 64, 110. ഓക്കെ, 2 into square 4, 4 into 16, 6 into 36, 8 into 64, 10 into 100. ഇനി വൈൻ്റെ വാല്യൂ സ്ക്വയറുകൾ കണ്ടാൽ
5 25, 7 49, 9 81, 64, 121. ഓക്കെ, ഇനി ഇതിൻ്റെ ഒക്കെ എന്ത് കാണണം? സമ്മേഷൻസ് കാണണം. 2 + 10, 12, 20, 30. 10, 20, 30 അല്ലേ? അതുപോലെ 10, 18, 20, 28, 35, 40, 110. ഓക്കെ, ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക എളുപ്പത്തിന് വേണ്ടി. 110 + 64 + 54 + 28 + 10, 266. ഓക്കെ, 100 + 64 + 36 + 16 + 4, 220. 121 + 64 + 81 + 49 + 25 = 340. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുക. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. R = n × summation xy minus summation x into summation y divided by root of n summation x square minus summation x whole square root of n summation y square minus summation y whole square. ഇതിൽ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n എത്ര ഒബ്സർവേഷൻ ആണ്? 1 2 3 4 5 ഒബ്സർവേഷൻസ്. 5 × summation xy, summation xy എന്ന് പറഞ്ഞാൽ 266, 266 minus summation x 30, summation y 40, 30 × 40 divided by root of n 5n into summation x square. എക്സ് സ്ക്വയറിൻ്റെ സമ്മേഷൻ, സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയറും എക്സ് സ്ക്വയറിൻ്റെ സമ്മേഷനും ഡിഫറെൻ്റ് ആണ്. സമ്മേഷൻ എക്സ് സ്ക്വയർ 220 മൈനസ് സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സമ്മേഷൻ 30, 30ൻ്റെ സ്ക്വയർ. ഓക്കെ, വീണ്ടും റൂട്ട് ഓഫ്, സിംഗിൾ റൂട്ടിന് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 5 × സമ്മേഷൻ വൈ സ്ക്വയർ, സമ്മേഷൻ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 340 മൈനസ് സമ്മേഷൻ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 40ൻ്റെ സ്ക്വയർ, 40 സ്ക്വയർ. ഇനി നിങ്ങൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ആയിട്ട്, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ അടിക്ക് നേരിട്ട് കൊടുത്താൽ മതി. 5 × 266 മൈനസ് 30 × 40, ആൻസർ 130. ന്യൂമറേറ്ററിൽ 130 വരും. 130 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 5 × 220 മൈനസ് 30 സ്ക്വയർ = 200. റൂട്ടിൻ്റെ ഉള്ളിൽ 200. ഇവിടെ വീണ്ടും റൂട്ട് 5 × 340 മൈനസ് 40 സ്ക്വയർ 100. ഓക്കെ, which is equal to 130 divided by root 200 into root 100. Answer 141.42. 141.42. അഥവാ ആറിൻ്റെ വാല്യൂ കിട്ടുക 130 divided by 141.42. ആൻസർ 0.92. 0.92. അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടിയത് പ്ലസ് 0.92 എന്നാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ. ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ് ഈ വേരിയബിൾസ് തമ്മിലുള്ളതെന്നാണ് അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഇതുപോലെ ചെറിയ ചെറിയ നമ്പർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം?
കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ചെറിയ നമ്പർ ആകുമ്പോൾ ഇതാ സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈയും വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ചില സമയത്ത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഇതുപോലെ ചെറുതായിരിക്കില്ല, വലിയ വലിയ വാല്യൂസ് വരും. ഇപ്പോൾ ഈ 2ന് വരും 200 4ന് വരും 400 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ വലിയ വാല്യൂസ് ആയിരിക്കുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. ആ സമയത്ത് നമുക്ക് ആ വാല്യൂസിനെ ചെറുതാക്കാൻ വേണ്ടി നമ്മൾ ഈ തന്നിട്ടുള്ള എക്സിനെയും വൈനെയൊക്കെ സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈനെയൊക്കെ നമ്മൾ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഒരു ഡീവിയേഷൻ വെച്ചിട്ട്. എന്നിട്ട് ആ ഡീവിയേറ്റഡ് വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇനി എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വേറൊരു പ്രോബ്ലം എടുക്കാം. വേറൊരു പ്രോബ്ലം എടുക്കാം. എക്സിൻ്റെ വാല്യൂസ് ആയിട്ട് എക്സ് വൈ 10 20 10 20 30 40 50. ഓക്കെ, 15 25 35 45 55. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റിനും ഇപ്പോൾ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. ഇതേ ക്വസ്റ്റിനും ഇതേ മോഡലിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ വാല്യൂസൊക്കെ കുറച്ച് വലുത് വരുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഡിഫറൻസും അത് ഉണ്ടാക്കാൻ പോകുന്നില്ല. നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ച് അധികമായിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ഇക്വേഷൻ മാത്രം പഠിച്ച ഒരാൾക്കും ഇതേ പ്രോബ്ലംസ് ഇപ്പോൾ ചെയ്ത് അതേ രീതിയിൽ ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് കാണിക്കുന്നു. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായി തോന്നണം എന്നില്ല, എന്നാലും ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന വാല്യൂസ് സ്മോൾ ലെറ്റർ എക്സ് സ്മോൾ ലെറ്റർ വൈ ആയിട്ട് എടുക്കുന്നു. 10 15 20 25 30 35 40 45 50 55. അപ്പോൾ ഈ വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷനാണ് നമുക്ക് കാണേണ്ടത്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ സ്മോൾ എക്സിനെ ഒരു ഡീവിയേഷൻ ആയിട്ട് എടുക്കുന്നു. സ്മോൾ എക്സിനെ ഞാൻ ക്യാപിറ്റൽ എക്സ് ആക്കിയിട്ട് എടുക്കുന്നു. എക്സ് മൈനസ് ഒരു അസ്യൂംഡ് മീൻ കൺസിഡർ ചെയ്യുന്നു. അതായത് 10 20 30 40 50 ഈ കൂട്ടത്തിൽ നിന്ന് ഒരു അസ്യൂംഡ് മീൻ കൺസിഡർ ചെയ്യുന്നു. ഈ അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആളെടുക്കാം. 10-നോ 20-നോ 30-നോ 40-നോ 15-നോ ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരാളെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ചെയ്യാൻ എളുപ്പം ഏതായിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴും ഒരു സെൻറ്ററിലേക്കുള്ള വല്ലാണ്ട് ചെറുതോ വല്ലാണ്ട് വലുതോ അല്ലാത്തൊരു വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, കൺസിഡർ ചെയ്യുന്നതാണ് എപ്പോഴും എളുപ്പം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നു, 13 എടുക്കുകയാണെന്ന് വിചാരിക്കുക. 30. ഓക്കെ, ഇനി 13 എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, 35ഓ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ക്യാപിറ്റൽ വൈ ആയിട്ട് ഞാൻ വൈ മൈനസ് ഇവിടെ ഞാനൊരു 30 എടുക്കുകയാണ്. ഏതെടുത്താലും കുഴപ്പമില്ല, ഇതിലുള്ള വാല്യൂ ഇല്ലാത്ത വാല്യൂ ആയാലൊന്നും നമുക്ക് പ്രശ്നമില്ല നമ്മൾ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു, 30 എടുക്കുകയാണ്. 30 ചെയ്യുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി 35 തന്നെ എടുക്കുക. സെൻട്രലുള്ള വാല്യൂ അല്ലേ, ഏതെടുത്താലും കുഴപ്പമില്ല, ഏതെടുത്താലും ആൻസറിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് മൊത്തം ക്യാപിറ്റലാക്കി മാറ്റാം. എക്സ് വൈ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 30 ഈ വാല്യൂസിനൊക്കെ 30 മൈനസ് ചെയ്യാം. അപ്പോൾ 10 മൈനസ് 30 എന്ന് പറഞ്ഞാൽ മൈനസ് 20. 20 മൈനസ് 30 എന്ന് പറഞ്ഞാൽ മൈനസ് 10. 30 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 0. 40 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 10. 50 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 20. ഓക്കെ, ഇനി വൈ മൈനസ് 30 വൈ മൈനസ് 30 സോറി 35 എടുക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്, മാറ്റാൻ മറന്നുപോയതാണ്. 35. ഓക്കെ, അപ്പോൾ 15 മൈനസ് 35 എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് തന്നെയാണ്, മൈനസ് 20. 25 മൈനസ് 35 മൈനസ് 10. 35 മൈനസ് 35 0. 45 മൈനസ് 35 10. ഇവിടെ 20. ഓക്കെ, ഇനി എക്സ് വൈ എന്ന് പറയുമ്പോൾ മൈനസ് 20 ഇൻറ്റു മൈനസ് 20 400.
2 മൈനസ് ഇൻറ്റു ചെയ്താൽ പ്ലസ്സാണ് വരിക. -10 -10 100. 0 ഇൻറ്റു 0 0. 10 ഇൻറ്റു 10 100. 400. ഓക്കെ. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ -20ൻ്റെ സ്ക്വയർ 400 ആണ്, 100 ആണ്, 0 ആണ്, 100 ആണ്, 400 ആണ്. ഓക്കെ. ഇവിടെ വൈ സ്ക്വയറിൻ്റെതും സെയിം തന്നെയാണ് വരുന്നത്. എല്ലായ്പ്പോഴും സെയിം ആണെന്നില്ല കേട്ടോ. ഈ ഒരു പ്രോബ്ലത്തിൽ ഇത് സെയിം ആയി പോയതാണ്. അത് വിചാരിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും ഇതുപോലെ സെയിം ആവണമെന്നൊന്നും വാശി പിടിക്കാൻ പാടില്ല. 100 0 100 400. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ സമ്മേഷൻ, ഈ ഫസ്റ്റ് രണ്ടെണ്ണത്തിൻ്റെ വേണ്ട, നമ്മൾ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഇവിടെ ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് 0 ആണ്, വൈ ഇവിടെ കിട്ടുന്നത് 0 ആണ്. എക്സ് വൈ 400 500 400 900 ആണ്. ഇവിടെ എന്ത് തന്നെയാണ് വരുന്നത്? 900 തന്നെയാണ് വരുന്നത്. ഇവിടെ എന്ത് തന്നെയാണ് വരുന്നത്? 900 തന്നെയാണ് വരുന്നത്. ആർ ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു സ്മോൾ എക്സിന് പകരം ക്യാപിറ്റൽ എക്സ് ആക്കുക, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇക്വേഷൻ സെയിം തന്നെ. എൻ സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ഹോൾ സ്ക്വയർ. ഒക്കെ ക്യാപിറ്റൽ ആക്കുക എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെ നമ്മൾ ചെയ്യുന്നുള്ളൂ. എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ 1 2 3 4 5. എൻ 5 ആണ്. 5 ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന 900. ഓക്കെ. മൈനസ് 0 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 5 ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം ഇവിടെ 900 തന്നെ, മൈനസ് 0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി 5 ഇൻറ്റു 900 മൈനസ് 0ൻ്റെ സ്ക്വയർ 0 തന്നെയാണ്. 5 ഇൻറ്റു 900 എന്ന് പറഞ്ഞാൽ 4500 ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് ഓഫ് 4500, ഇവിടെ റൂട്ട് ഓഫ് 4500, റൂട്ട് ഓഫ് 4500ഉം 4500ഉം ചേർന്നാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 4500 ആണ്. അതായത് 4500 ഡിവൈഡ് ബൈ 4500 എന്ന് വരും. 4500 ഡിവൈഡഡ് ബൈ 4500 എന്ന് വരും. ആൻസർ എന്ത് വരും? 1. അഥവാ ആറിൻ്റെ വാല്യൂ +1 കിട്ടി. ആറ് +1 ആയാൽ എന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ 10ഉം 20ഉം 30ഉം 40ഉം 50ഉം അതുപോലെ 15ഉം 25ഉം 35ഉം 45ഉം 55ഉം വെച്ചിട്ട് സ്മോൾ എക്സും സ്മോൾ വൈയും സ്മോൾ എക്സ് വൈയും സ്മോൾ എക്സ് സ്ക്വയറും സ്മോൾ വൈ സ്ക്വയറും വെച്ചിട്ട് നേരത്തെ കണ്ട അതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസറിന് ഒരു മാറ്റം എന്ത് ചെയ്യാൻ വരാൻ പോണില്ല. ആൻസർ സെയിം തന്നെയായിരിക്കും ഉണ്ടാവുക. ആറിൻ്റെ വാല്യൂ +1 ആയിരിക്കും. ഇനി ഇവിടെ അസ്യൂംഡ് മീനായിട്ട് 30ക്ക് പകരം നിങ്ങൾ 20യോ 40യോ 35ഓ ഏതെടുത്തോ, വൈ അസ്യൂംഡ് മീൻ ഓഫ് വൈക്ക് പകരം 35ന് പകരം 45ഓ 40ഓ 30 ഏതെടുത്തോ, എന്ത് ചെയ്താലും ആൻസർ അവസാനം എന്ത് തന്നെ വരും? +1 തന്നെയായിരിക്കും ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് വേരിയബിൾസ് തന്നിട്ട് വാല്യൂസ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് തന്നിട്ട് എന്ത് തരം കോറിലേഷനാണ് അത് തമ്മിലുള്ളതെന്ന് നോക്കുമ്പം നമുക്ക് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഏത് പ്രോബ്ലം എടുത്താലും ഈ ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാം. ഒരൊറ്റ ഇക്വേഷൻ മാത്രം മതി നമുക്ക്. ഏതാണ് ഇക്വേഷൻ? എൻ സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ഹോൾ സ്ക്വയർ. ഇങ്ങനെ സെയിം റൂട്ടിൻ്റെ ഉള്ളിൽ ഇടാം, അല്ലെങ്കിൽ രണ്ട് റൂട്ടായിട്ട് ഇടാം. എങ്ങനെ ഇട്ടാലും ആൻസർ സെയിം തന്നെയാണ് ഉണ്ടാവുക. രണ്ടാണെങ്കിലും ഒരേ ആൻസറാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മെത്തേഡ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡായിരുന്നു, മെത്തേഡാണ്. രണ്ടാമത്തത് കാൾ പിയേഴ്സൺ കോറിലേഷൻ
കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആണ്. കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. അത് ഉപയോഗിച്ച് നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച മെത്തേഡാണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. അപ്പം ഈ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡിൽ നമുക്കൊരു വാല്യൂ കിട്ടൂലായിരുന്നു, എക്സാക്റ്റ് ഒരു വാല്യൂ കിട്ടുന്നില്ല. എന്ത് തരം കോറിലേഷൻ ആണെന്ന് ചോദിച്ചാൽ കോറിലേഷൻ ഹൈ ആണ്, ലോ ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്, നമുക്കൊരു വാല്യൂ കിട്ടും. എപ്പോഴും ആറിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1 ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ആ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് കോറിലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കോറിലേഷൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഒരേ സമയം നമുക്ക് ഈ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് നമുക്ക് മറ്റ് അൾജിബ്രിക് എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യാം. അതായത് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഉപയോഗിച്ച് വേറെ പല കാര്യങ്ങളും, ഇപ്പോൾ പ്രോബബിൾ എറർ പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോൾ അത് കാണുമ്പം അതിൽ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടാവും. ആ സമയത്ത് നമുക്ക് ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാലേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെയാണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് റാങ്ക് കോറിലേഷൻ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും കൂടി ഡിസ്കസ് ചെയ്താൽ +2 സിലബസിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ളത് ഏകദേശം കഴിയും. ഓക്കെ ആണല്ലോ.